പറവൂർ ആർട്ട് ആൻഡ് മൈൻഡ് ഇന്റർനാഷണൽ മ്യൂറൽ പെയിന്റിംഗ് സ്റ്റഡി സെന്ററിൽ ദശതലങ്ങൾ 2025 എന്ന പേരിൽ ചുമർ ചിത്രകല ശാസ്ത്രീയമായി പഠിച്ച 10 പേരുടെ ചിത്ര പ്രദർശനം നടത്തി. ഇത് പറവൂർ ആർട്ട് ആൻഡ് മൈൻഡ് ഇന്റർനാഷണൽ മ്യൂറൽ പെയിന്റിംഗ് ഇന്റർനാഷണൽ സ്റ്റഡി സെന്റർ ആണത്. ഇവിടെ ഇതെൻ്റെ സ്റ്റുഡിയോ ആണ്. ഇവിടെ നിരന്തരമായിട്ട് ഷോകളും അതുപോലെ തന്നെ നിരവധി പേർ കേരളീയ ചുമർ ചിത്രകലയെ കാണുവാനും പരിചയപ്പെടുവാനുമായിട്ട് വരണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ആർട്ട് ആൻഡ് മൈൻഡ് ഉണ്ടാക്കിയത്. 2018 ഇതിൻ്റെ ഇവിടെ സ്റ്റാർട്ടിങ് ചെയ്തത്. ആർട്ട് ആൻഡ് മൈൻഡ് കാലടിയിൽ 27 വർഷമായിട്ട് എൻ്റെ സ്റ്റുഡിയോ ആയിട്ട് ആർട്ട് ആൻഡ് മൈൻഡ് എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ആയിട്ട് വർക്ക് ചെയ്തിരുന്നതാണ്. അത് മാറി അവിടെ നിരവധി ആൾക്കാർ വരുമ്പോൾ വളരെ ഒരു ജീവിത ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് നമ്മളിവിടെ സെപ്പറേറ്റ് ഇത് കലയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ആർട്ട് ആൻഡ് മൈൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം പറവൂര് പെരിയാറിന്റെ തീരത്ത് തുടങ്ങുന്നത്. ചുമർ ചിത്രകലയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതൊരു സംശയങ്ങൾക്കും അതുപോലെ തന്നെ വരക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും, അല്ലെങ്കിൽ ചുമർ ചിത്രകലയിൽ ഗവേഷണത്തിനൊക്കെ വേണ്ടിയുള്ള എല്ലാ ഒരു സംഭവവും ഒരുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ചുമർ ചിത്രകലയുമായി ധാരാളം അന്വേഷകർ ഇവിടെ എത്താറുണ്ട്. അങ്ങനെ വന്ന ഒരു 10 വിദ്യാർത്ഥികളുടെ ഷോയാണ്, അവരിവിടെ വന്ന് കണ്ടു പഠിച്ചിട്ടുള്ള ഷോയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ചുമർ ചിത്രകലയെ ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ ഒരു ഗുരുകുല രീതിയിൽ അഭ്യസിക്കുകയായിരുന്നു അവർ. ശരിക്കും പറഞ്ഞാൽ ചുമർ ചിത്രകലയുടെ ഇങ്ങനെ ട്രേസ് എടുത്തിട്ടുള്ള ഒരു പദ്ധതിയൊന്നുമല്ല. അവർ ചുമർ ചിത്രകലയെ അന്വേഷിച്ച് അറിഞ്ഞ് സ്വയമേവ വരച്ചുണ്ടാക്കിയ 10 ചിത്രങ്ങളുടെ ഷോയാണ് ഇവിടെ നടക്കുന്നത്. ദശദളങ്ങൾ എന്ന പേരിലാണ് ഈ ചിത്ര പ്രദർശനം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. എൻ്റെ പേര് ജ്യോതി മേനോൻ, തൃശ്ശൂർ നിന്നാണ് വരുന്നത്. ആക്ച്വലി എൻ്റെ പ്രൊഫഷൻ ഫാഷൻ ഡിസൈനിങ് ആണ് ഞാൻ പഠിച്ചേക്കുന്നത്. ഞാൻ കുറച്ചു കാലം ഫൈൻ ആർട്സിലും പഠിച്ചിട്ടുണ്ട്. സോ ബേസിക്കലി ഞാൻ ഇവിടെ വന്നിട്ട് 2 years ആയി സാറിൻ്റെ അണ്ടറിൽ പഠിക്കാൻ തുടങ്ങിയിട്ട്. സോ നമ്മുടെ ഇത് ഫസ്റ്റ് മ്യൂറൽ എക്സിബിഷൻ ആണ്. ദശതലങ്ങളിൽ ഒരാൾ ഞാനാണ്. ഇത് ബാലഗണപതി. ഇത് സാറിൻ്റെ ഗുരുനാഥൻ്റെ പിക്ചറിൻ്റെ ഇതാണ്, കോപ്പിയാണ് വരച്ചത്. ബാലഗണപതി. ആൻഡ് ദിസ് ഇസ് മഹാസരസ്വതി. ഇത് ശരിക്കും മീഡിയം ആക്രിലിക് ആണ്. ഔട്ട്ലൈൻ ഇട്ടിട്ട് മാത്രം, കളർ യൂസ് ചെയ്തിട്ടില്ല. ഇത് മാതങ്കി. ഇതിനെ കളർ വെച്ചിട്ടുള്ള അക്രലിക് പിക്ചറാണ്. ദിസ് ഇസ് സുന്ദരി. ഇങ്ങനെ 7 പിക്ചേഴ്സ് ഉണ്ട് എൻ്റെ ഇവിടെ. ഒരു പിക്ചർ ഇത് ബ്രഹ്മാവുണ്ട്. സാരഥി കൃഷ്ണൻ. ഇറ്റ്സ് ആക്ച്വലി ഞങ്ങളൊരു കലണ്ടറിൽ നിന്ന് മ്യൂറലിലേക്ക് ആക്കിയെടുത്ത പിക്ചറാണ്. കൃഷ്ണ. എൻ്റെ പേര് ജിത. ഞാൻ ചെറായിലാണ് താമസിക്കുന്നത്. ആർട്ട് ആൻഡ് മൈൻഡിൽ 3 വർഷമായിട്ട് സാജു തുരുത്തിൽ സാറിൻ്റെ ശിഷ്യയാണ്. പിന്നെ ഇവിടെ വരുന്ന സമയത്ത് ആരോഗ്യപരമായി കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി, നടക്കാൻ പറ്റില്ലായിരുന്നു എനിക്ക്. ഇവിടെ വന്ന് കലയോടുകൂടി സാറിൻ്റെ ശിക്ഷണത്തിൽ പഠിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സും ശരീരമൊക്കെ ആരോഗ്യത്തോടെയായി എനിക്ക് ഇതെല്ലാം സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഇത് ധന്വന്തരി മൂർത്തി, ഇത് ഗണപതി. ഈ പടമൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കമിഴ്ന്ന് കിടന്നാണ് വരച്ചുകൊണ്ടിരുന്നത്. ഇരുന്ന് വരയ്ക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ചെയ്ത വർക്കാണ്. അക്രിലിക്കാണ് ഞങ്ങൾ മീഡിയ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ സെയിലായിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ എക്സിബിഷനും ആദ്യത്തെ സെയിലുമാണ് ഈ പടം. സരസ്വതി ദേവി മ്യൂറലിലാണ്, മ്യൂറൽ പെയിന്റിംഗ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അക്രിലിക്കാണ് മീഡിയം. ഗുരുവായൂരപ്പൻ, അത് പുരാണ പക്ഷി. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, പിന്നെ മനസ്സിൻ്റെ ഒരു ശാന്തി എന്ന് വെച്ചാൽ ഈ ആർട്ട് ആൻഡ് മൈൻഡിൽ വന്നതിന് ശേഷമാണ് ഞാൻ ആരോഗ്യപരമായിട്ട് കൂടുതൽ മെച്ചപ്പെട്ടത്. ശാന്തിയും സമാധാനവും പിന്നെ കുറച്ച് കലയും നമ്മുടെ കൂടെ പോകുന്നു. ഇവിടെ വന്ന് സന്തോഷമാണ് ഇവിടെ വരാനായിട്ട്. ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇവിടെ പഠിക്കുന്നത്. നവരസങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ആക്രിലിക്കാണ് വേടിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ പേര് ജിസ പ്രമോദ്. ചേന്നമംഗലം പാലാത്തുരുത്തിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഇപ്പോൾ 2 വർഷത്തോളമായിട്ട് സാജുമാഷിൻ്റെ കീഴിൽ മ്യൂറൽ പെയിൻറ്റിങ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ വരച്ച ഒരു ചിത്രമാണ്. ഇവിടെ പണ്ട് മുതൽ എനിക്കിനി ചിത്രം വരയ്ക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു.
ഇപ്പോഴാണ് മ്യൂറൽ പെയിന്റിങ്ങിനോടൊക്കെ പ്രത്യേക താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് അറിയണതും വന്നത്. ഇവിടെ സാജി മാഷിന്റെ കീഴിൽ ഇത് പഠിക്കാൻ പറ്റിയത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് കരുതുകയാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം, ഒരു സമാധാനം, ഇതൊക്കെ ഒരു വലുതാണ്. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ വരച്ച സരസ്വതി ദേവിയുടെ ചിത്രമാണ് വീണാപാണി. ഇത് ഞാൻ ഈ വിജയദശമി ദിനത്തിലാണ് ഇത് വരച്ചു തുടങ്ങിയത്. പിന്നൊരു ആദ്യമായിട്ട് വരച്ചൊരു ഫുൾ ഫിഗർ ചിത്രമാണിത്. അത് വളരെ ബ്ലെസ്ഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്കിത് വരച്ചുകൊണ്ടിരുന്നപ്പോൾ. ഇത് സന്തോഷത്തോടുകൂടി വരച്ചൊരു ചിത്രമാണ്. വേണുഗോപാലം എന്ന് പറയുന്ന എൻ്റെ ഒരു ചിത്രമാണ്. ഭഗവാൻ കൃഷ്ണന് വടക്കുഴയിൽ നിന്ന് കൃഷ്ണനും ചുറ്റും അത് ശ്രവിച്ചു നിൽക്കുന്ന മയിലും ഒക്കെ ആയിട്ട് ഒരു ചിത്രം. അർദ്ധനാരീശ്വരം, അത് ശിവനും പാർവതിയും, അതായത് അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ വരച്ച ഒരു ചിത്രമാണ്. ത്രിപുരസുന്ദരിയാണ് ഇതിനകത്ത്. ത്രിപുരസുന്ദരി ദേവിയാണ്, മഹാത്രിപുരസുന്ദരി. ധന്വന്തരി മൂർത്തിയാണ് ഇതിനകത്ത് ദൈവസങ്കല്പമായിട്ട് വരുന്നത്. മാധവസ്തുരത്തിൽ ഞാനിപ്പോ MFA സെക്കൻഡ് ഇയർ പഠിക്കുന്നു, സർ JG സ്കൂൾ ഓഫ് ആർട്സിൽ ബോംബെ. ശരിക്കും ഞാൻ കാലടിക്കാരൻ തന്നെയാണ്. മെയിൻ ആയിട്ട് വരുന്ന ഫിഗേഴ്സ് ശിവനും പാർവതിയും, പിന്നെ വസന്തകനും കാമദേവനുമാണ്. പിന്നെ അവിടെ നന്ദിയും വരുന്നുണ്ട്. ഇത് കുമാരസംഭവമാണ് ബേസ് ചെയ്തേക്കുന്നത്. മുരുകന്റെ ജനനത്തിന് തൊട്ട് മുന്നത്തെ സീനാണ്. ശിവന്റെ തപസ് ഇളക്കുന്ന പാർവതി ദേവിയാണ് ഇവിടെ കാണിച്ചത്. ഈ ചിത്രങ്ങളും ദശാവതാര സീരീസിൽ വരുന്നതാണ്. ഇതിലിപ്പോ മത്സ്യം, കൂർമ്മം, വരാഹം, വാമനൻ, പരശുരാമൻ ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. എൻ്റെ പേര് ധന്യ രവീന്ദ്രൻ. ഞാനൊരു ഹൗസ് വൈഫാണ്. മ്യൂറലിനോട് ഒരു ഇഷ്ടം തോന്നിയിട്ടാണ് ഞാൻ അങ്ങനെ ആർട്ട് ആൻഡ് മൈൻഡിൽ വന്ന് പഠിക്കുന്നത്. പിന്നെ 3 വർഷമായിട്ട് മ്യൂറൽ ഇവിടെ സാജി സാറിൻ്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഒരു വർക്ക്. ഇതിൻ്റെ പേര് പാർവതി ചമയം. പാർവതിയെ തോഴികളെല്ലാം കൂടെ അണിയിച്ചൊരുക്കുന്ന ഒരു തീമാണ് ഈ ഒരു ഫോട്ടോയിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ 2ാമത്തെ പടം. ഇത് ചതുരാക്ഷരി ഗോപാലം. ഇത് ഗുരുവായൂരിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ്. ഇത് കൃഷ്ണന് ഈ ഒരു കളറ് ഈ ഒരു ഫോമിൽ മാത്രമേ ഉള്ളൂ. ഇത് കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടിൽ കൃഷ്ണൻ താമരയിൽ ഇരിക്കുന്നതായിട്ടുള്ള ഒരു തീമാണ്. ഇതാണ് എൻ്റെ അടുത്ത പെയിന്റിങ്. ഇത് ധന്വന്തരമൂർത്തി, ഗോഡ് ഓഫ് മെഡിസിൻ. മഴയത്തൊരു പെൺകുട്ടി. ഇത് സാറൊരു ടോപ്പിക്ക് ഒരു തീം തന്നിട്ട് അതിനെ ആസ്പദമാക്കിയിട്ട് വരച്ചിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ്. ഇത് ഗജലക്ഷ്മി. ഇത് തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു ഗജലക്ഷ്മിനെ മ്യൂറൽ വൽക്കരിച്ചത്. ഇത് ബുദ്ധൻ. ഇത് യശോദാസ് കൃഷ്ണൻ. ഇത് പന്നന്നാർക്കാവിലെ ഒരു പെയിന്റിംഗ് ആണ്. എൻ്റെ പേര് ഷീന എന്നാണ്. ചെറിയൊരു മ്യൂറൽ ആർട്ടിസ്റ്റാണ്. എനിക്ക് മ്യൂറലുകളോട് പ്രണയം തോന്നിയത്, ഞാനൊരു അധ്യാപികയാണ് കരിമ്പാടൻ DD സഭ ഹൈസ്കൂളിലെ. അവിടുത്തെ ഒരു ഉല്ലാസ് സാർ ഉണ്ടായിരുന്നു, ഡ്രോയിങ് മാഷായിരുന്നു. അപ്പൊ സാറ് ഞങ്ങളുടെ മാഗസീനുകളിൽ മ്യൂറൽ ചിത്രങ്ങൾ ഇങ്ങനെ കോറിയിടുമായിരുന്നു. അത് കണ്ടിട്ടാണ് മ്യൂറലിനോട് പ്രണയം തോന്നിയത്. പിന്നീട് അമ്പലങ്ങളൊക്കെ നമ്മൾ സന്ദർശിക്കുമ്പോൾ അത് നമ്മുടെ ശ്രദ്ധ കൂടുതൽ ആകർഷിക്കുകയും അങ്ങനെ സാജി സാറിന്റെ കീഴിൽ വന്ന് ശാസ്ത്രീയമായിട്ട് ഇത് പഠിക്കാൻ ഒരു അവസരം ലഭിക്കുകയും ചെയ്തു. ഇത് ഞാൻ വരച്ച ഒരു ചിത്രമാണ്. ഗജലക്ഷ്മി, അഷ്ടലക്ഷ്മിമാരിൽ ഒരാളാണ്. അഭിവൃദ്ധി. ഈ ചിത്രമൊക്കെ നമ്മുടെ വീട്ടിൽ, ഞാൻ എൻ്റെ വീട്ടിൽ വെക്കാൻ വേണ്ടി വരച്ചതാണ്. കയറി വരുന്ന വാതിലിന് നേരെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അഭിവൃദ്ധി, വരുന്ന ആളുകൾക്കും ഒരു എനർജി കിട്ടുന്ന ഒരു ചിത്രമായതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വരച്ചതാണ്. മാതങ്കി, പാർവതിയുടെ 10 രൂപങ്ങളിൽ ഒരു രൂപമാണിത്. മരതകത്തിന്റെ കളറാണ് ദേവിക്ക്. ധ്യാന ശ്ലോകങ്ങളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കൈകളിലെ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇന്നർ വിസ്ഡത്തിന്റെയും ആർട്ടിന്റെയൊക്കെ ദേവതയായിട്ട് കണക്കാക്കുന്ന ദേവിയാണ്. ശ്രീ ഗണേശ. എന്ത് കാര്യം തുടങ്ങുമ്പോഴും ആദ്യം നമ്മൾ പൂജിക്കുന്നത് ഗണേശനെയാണല്ലോ. അപ്പൊ ഞാൻ ആദ്യമായിട്ടൊരു മ്യൂറൽ വരച്ചപ്പോൾ ആദ്യം വരച്ചത് ഗണേശനെയാണ്. പാർത്ഥസാരഥി. നമ്മുടെ അർജുനന് മഹാഭാരതത്തിൽ ഉപദേശം നൽകുന്ന കൃഷ്ണന്റെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് വരച്ചതാണ്. ശ്രീബുദ്ധ. ലോകത്തിന് തന്നെ സമാധാനം നൽകുവാനായിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു പുണ്യാത്മാവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു ചിത്രം തയ്യാറാക്കിയത്. ത്രിപുരസുന്ദരിയാണ്, ഏറ്റവും സുന്ദരിയായ ദേവത. ഹംസദൂതിന്റെ ചിത്രമാണ് ഞാൻ വരച്ചിരിക്കുന്നത്. നളന്റെ ഗുണഗണങ്ങൾ വന്ന് ദമയന്തിയോട് വർണ്ണിക്കുന്ന ഹംസത്തിനെയാണ് ഞാനിവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ശശി രാംദാസ്. ഞാൻ ബോംബെയിൽ താമസം. ഇവിടെ
പാലക്കാട് എത്തനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ നാട്. ഇപ്പം നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ ആലോചിക്കുന്നു. ഞാനിവിടെ അവിചാരിതമായിട്ടാണ് ഞാൻ എത്തിയത്. എനിക്ക് കലയിൽ താല്പര്യമുണ്ടെങ്കിലും അന്നത്തെ കാലത്ത് നമുക്ക് ഇതൊന്നും പുറത്തോട്ട് കൊണ്ടുവരാനോ അതൊന്നും ഒരു സാഹചര്യം ഉണ്ടായിരുന്നിട്ടില്ല. അപ്പം ഇവളുടെ കണ്ടപ്പോൾ ബോംബെയിൽ വന്നിട്ട് ഇവിടെയുള്ള സാറിൻ്റെ മോൻ്റെ കലാപ്രദർശനം കാണാൻ പറ്റി, ഇഷ്ടപ്പെട്ടു. ഇപ്പം ഞാൻ ബോംബെയിൽ നിന്ന് ഇവിടെ വന്ന സമയത്ത് അവൾ പറഞ്ഞു, മേമ എൻ്റെ എക്സിബിഷൻ ഉണ്ട്. ഇത് ഈ കല കണ്ടിട്ട് ഓരോരുത്തരെയും പ്രചോദിപ്പിക്കാനും അത് കണ്ട് ആസ്വദിക്കാനും ഇങ്ങനെയൊരു കലാക്ഷേത്രം തുടങ്ങിയ സാറിന് എങ്ങനെ അഭിനന്ദിക്കണമെന്നോ, അത്രയൊന്നും വലിയ ആളല്ല ഞാൻ. പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് വളർന്നു വരണം എന്ന് എനിക്കുണ്ട്. ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും സാറിന് ഉണ്ടാവട്ടെ. അതിനുവേണ്ടി എൻ്റെ പ്രാർത്ഥന മാത്രമേ എനിക്ക് പറയാനുള്ളൂ.